നമസ്കാരം, എല്ലാവർക്കും CAD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മാക്രോസിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നമ്മൾ മുൻപ് നോക്കിയത് മാക്രോസിൽ നമ്മൾ നോക്കിയത് മാനേജിൽ നമ്മളിവിടെ ഒരു ആക്ഷൻ റെക്കോർഡറായിട്ടാണ് നോക്കിയത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ടൂളായിട്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ 2 ടൂൾസ് ഇവിടെ പ്ലേസ് ചെയ്യുന്നതിൽ കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പോളിഗൺ എന്ന് പറഞ്ഞൊരു ഒരു കമാൻഡ് ഞാൻ എടുക്കുകയാണ്. അതിൻ്റെ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്യുന്നത് POL. ഓക്കെ, ദെൻ നമ്പർ ഓഫ് സൈഡ്സ് എത്ര വേണം. ഇപ്പോൾ സപ്പോസ് എനിക്ക് വേണ്ടത് ഒരു പെൻറ്റഗൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 5 എൻ്റർ ചെയ്തു. ഇനി നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് സ്പെസിഫൈ സെൻറ്റർ ഓഫ് പോളിഗൺ. സോ സെൻറ്റർ ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി അത് നമുക്ക് ഇൻസ്ക്രൈബ് ചെയ്യണോ സർക്കംസ്ക്രൈബ് ചെയ്യണോ. അപ്പോൾ എനിക്ക് ഇൻസ്ക്രൈബ് ആണെങ്കിൽ ഞാൻ ഇൻസ്ക്രൈബ് കൊടുത്തു. റേഡിയസ് എനിക്കൊരു 20 വേണ്ടെങ്കിൽ ഞാനിവിടെ 20 എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു പോളിഗൺ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നമ്മൾ റിപ്പീറ്റേറ്റീവായിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ പോളിഗൺസ് പെൻറ്റഗൺസ് ഒത്തിരി നമുക്ക് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് വൺസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കോപ്പി ചെയ്യാം അല്ലേ. പക്ഷേ എന്നാലും ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ മിനിമൈസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മാക്രോസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനൊരു ടൂളായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാനേജിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ CUI ഓക്കെ യൂസർ ഇൻ്റർഫേസ് ഉണ്ട്. അപ്പോൾ അതിൽ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കമാൻഡ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയൊരു കമാൻഡ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ കമാൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് പിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ കമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കമാൻഡ് 1 കമാൻഡ് 2 എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമുക്കിവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. കമാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ഇപ്പോൾ കമാൻഡ് 1 കമാൻഡ് 2 ഓക്കെ ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ റീനെയിം ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ റീനെയിം ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇത് റൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ റീനെയിം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെയും വേണമെങ്കിൽ ഇതിനെ റീനെയിം ചെയ്യാം. അപ്പോൾ ഇതിനൊരു പേര് കൊടുക്കുകയാണ്, പെൻറ്റഗൺ എന്നുള്ളൊരു പേര് ഞാനിവിടെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു ഇമേജൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിലൊക്കെ ഇൻസേർട്ട് ചെയ്യാം. അത് ഞാൻ നെക്സ്റ്റ് ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതിലേതെങ്കിലും ഒരു സിമ്പിൾ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സിമ്പിൾ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സപ്പോസ് ഞാനിതിനെ സെലക്ട് ചെയ്യുകയാണ്, ജസ്റ്റ് ഇതിനെ എഡിറ്റ് ചെയ്തു. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പെൻറ്റഗൺ പോലെ വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരച്ചുണ്ടാക്കാം. അതല്ലെങ്കിൽ ഇതിൽ ഓൾറെഡി ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു സിമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ആ ഒരു ഐക്കൺ നമുക്ക് എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ വരച്ച് വയ്ക്കാം, ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് വരച്ചു, അഗെയിൻ ഞാൻ ഇങ്ങനെയൊന്ന് വരച്ചു, അഗെയിൻ നെക്സ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു, അഗെയിൻ ഇങ്ങനെയൊന്ന് വരച്ചു. ഓക്കെ, ഈ ഒരു പെൻറ്റഗണിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രം. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തു. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു പേര് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാനതിനൊരു പെൻറ്റ എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ, ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി നമുക്ക് കണ്ടോ നമ്മുടെ ഈ ഒരു സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ പെൻറ്റഗണിൻ്റെ നമ്മൾ ഇതിനൊരു സിമ്പിൾ ഇവിടെ കൊടുത്തു. ഇനി നമ്മുടെ മാക്രോ നമ്മൾ മെയിനായിട്ട് ഇവിടെയാണ് വരേണ്ടത്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാനൊന്ന് നെക്സ്റ്റ് ഒരു എക്സസൈസിൽ ഞാൻ കാണിച്ചു തരാം. ഇനി മാക്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പം മാക്രോയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അതിലേക്ക് വന്നാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണേ എന്നുള്ളത് തൽക്കാലം ജസ്റ്റ് ഇവിടെ ഇതൊന്ന് അപ്ലൈ ചെയ്തു, ഒന്ന് ഓക്കെ പറയുകയാണ്. ഇനി ആ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വ്യൂ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. സോ ഓൾറെഡി ഞാൻ മാക്രോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു വ്യൂ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇതിൽ ക്യാരക്ടർ C അത് മെയിനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ബട്ടണാണ്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ എന്തെങ്കിലും ഒരു ആക്റ്റീവ് കമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ക്യാൻസൽ ചെയ്യാനായിട്ട് ആണത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എസ്കേപ്പ് എന്നുള്ളൊരു ബട്ടൺ, അതിനാണ് മെയിനായിട്ട് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് അണ്ടർസ്കോറാണ്. അപ്പോൾ അണ്ടർസ്കോർ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്കൽ ലാംഗ്വേജിലാണ് നമ്മൾ പറയുന്നത്. അതേസമയം നമുക്കൊരു ഗ്ലോബൽ ലാംഗ്വേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റ്സ് കമാൻഡ്സ് ഫ്രം ലോക്കലൈസ് ടു ഗ്ലോബൽ നെയിം, അതിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അതിന് മുൻപായിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്നു, ഇപ്പോൾ നമ്മളൊരു POL എന്ന് എൻ്റർ ചെയ്താൽ അത് പോളിഗൺ എന്നുള്ളത് കമ്പ്യൂട്ടറിന് അറിയണം. അപ്പോൾ അത് POL എന്നുള്ളൊരു ഗ്ലോബൽ നെയിം ആണെന്നുള്ളതാണ് അല്ലേ.
അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഗ്ലോബൽ എലിമെൻറ്റിലേക്കാണ് നമ്മൾ ഇത് ഇൻപുട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു അണ്ടർസ്കോർ ചെയ്തതിന് ശേഷം മാത്രമേ POL നമ്മൾ എൻ്റർ ചെയ്യാവൂ. ഓക്കെ, അവിടെ തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ ആ ഒരു ലോക്കൽ ടു നമ്മൾ ഗ്ലോബലിലേക്ക് കൺവേർട്ട് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് പോസസ് ഫോർ യൂസർ ഇൻപുട്ടിനാണ് നമ്മൾ / യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് എനിക്കൊരു പെൻറ്റഗൺ ഞാൻ വരയ്ക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് എനിക്ക് ഇഷ്ടമുള്ളടത്ത് കൊണ്ടുപോയിട്ട് പിക്ക് ചെയ്യണം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ഇത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ മാക്രോസിൽ നമ്മളത് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ വാല്യൂ സെൻറ്റർ പോയിൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം പോസ് ഫോർ യൂസർ ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക എവിടെ പിക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അതിനാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ സപ്പോസ് POL പോളിഗൺ, POL കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നില്ലേ, അതിന് ഇക്വലൻ്റ് ആണ് അവിടെ സെമിക്കോളനാണ് അതിൽ യൂസ് ചെയ്യുന്നത്. നോർമലി ഇപ്പോൾ എല്ലാ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ എന്താ പറയുക പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ തന്നെ സെമിക്കോളനായിരിക്കും. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ്സ് എ കമാൻഡ് അൺടിൽ കറൻറ്റ് കമാൻഡ് ഈസ് എൻറ്റർഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആസ്ട്രിക് അല്ലെങ്കിൽ ആസ്ട്രിക് കോഡ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഓൾറെഡി ഒരു കറൻറ്റ് കമാൻഡ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ എന്താ പറയുക ഫർദർ നമ്മൾ വേറൊരു കമാൻഡ് ആക്റ്റീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്ട്രിക് കോഡ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ആ ഒരു സ്റ്റാർ സിമ്പിൾ അല്ല ആസ്ട്രിക്. നെക്സ്റ്റ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഈ ഒരു സിമ്പിൾ ഓക്കെ നമ്മൾ ക്യാരക്ടർ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓർത്ത് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. സെയിം വേ തന്നെ നമുക്ക് ഗ്രിഡ്സ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ക്യാരക്ടർ G യൂസ് ചെയ്യുന്നത്. സെയിം തന്നെ ക്യാരക്ടർ B ആണെങ്കിൽ ടേൺസ് സ്നാപ്പ് ഓൺ ഓർ ഓഫ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനോട് കുറേ ടൂൾസുകളും വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ എനിവേ നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒരു ടൂള് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും മാനേജിൽ വന്നതിന് ശേഷം ഇവിടെ യൂസർ ഇൻ്റർഫേസിൽ തന്നെ വന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു കമാൻഡിൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ ഒരു പേര് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുത്തത് അതിനൊരു പെൻറ്റഗൺ എന്നുള്ള പേരാണ്. ഓക്കെ, അപ്പോൾ പെൻറ്റാന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരിക്കും, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ മാക്രോ അല്ല, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ജസ്റ്റ് എസ്കേപ്പ് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഗ്ലോബൽ ലാംഗ്വേജിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ അണ്ടർസ്കോർ ആദ്യം യൂസ് ചെയ്യുന്നു. ഇനി നമ്മുടെ കമാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കമാൻഡ് സ്റ്റാർട്ട് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോളിഗൺ, സോ പോളിഗൺ നമ്മൾ എന്താ കൊടുക്കാറ് POL അല്ലേ. POL ടൈപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. സോ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സെമിക്കോളൻ കൊടുത്തു. അപ്പോൾ പോളിഗൺ നമ്മൾ എൻ്റർ ചെയ്തു. ഫസ്റ്റ് നമ്മൾ ചോദിക്കുക എന്തായിരിക്കും, നമ്പർ ഓഫ് സൈഡ്സ് ആയിരിക്കും നമ്മൾ ചോദിക്കുക അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്പർ ഓഫ് സൈഡ്സ് കൊടുക്കാം. അപ്പോൾ ഇനി നമ്പർ ഓഫ് സൈഡ്സ് കൊടുക്കാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഓഫ് സൈഡ്സ് നമ്മൾ പെൻറ്റഗൺ ആയതുകൊണ്ട് ഞാനിവിടെ 5 ടൈപ്പ് ചെയ്തു. 5 ടൈപ്പ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. 5 എൻ്റർ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് പോളിഗൺ ആയിരിക്കും. അപ്പോൾ സെൻറ്റർ ഓഫ് പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് പിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസർ ഇൻപുട്ടിനായിട്ട് നമ്മൾ അത് ആ ഒരു സ്പേസ് വിടണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ / ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കും എവിടെയാണ് സെൻറ്റർ വേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദിക്കുന്നത് നമ്മളോട് ഇൻസ്ക്രൈബ്ഡ് ആണോ അല്ലെങ്കിൽ സർക്കംസ്ക്രൈബ്ഡ് ആണോ. അപ്പോൾ ഇൻസ്ക്രൈബ്ഡ് ആണെങ്കിൽ ഞാനിവിടെ I ടൈപ്പ് ചെയ്തു, അതിനുശേഷം എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യാനായിട്ട് ഇവിടെ വീണ്ടും സെമിക്കോളൻ യൂസ് ചെയ്തു. ഓക്കെ, ഇൻസ്ക്രൈബ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് എത്ര റേഡിയസിലുള്ള ഒരു പെൻറ്റഗണാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതും നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും വേണമെങ്കിൽ നമുക്കിവിടെ / യൂസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇവിടെ ഒരു 20 ഞാൻ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഞാൻ സെറ്റ് ചെയ്തു. ദെൻ ഇവിടെ ഞാൻ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാനത് ഇവിടെ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കമാൻഡ്, ഇപ്പോൾ നമുക്കിവിടെ പെൻറ്റഗൺ എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടേക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഇതിനെന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് കോപ്പി എടുക്കാം. നമുക്ക് എവിടെയാണ് ഇതിനെ പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഡ്രോ ടൂൾ ബാറിലേക്ക് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം, ഡ്രോ പാനലിലേക്ക് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. അതല്ലെങ്കിൽ വർക്ക് സ്പേസിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലോ എവിടെയാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ തൽക്കാലം ഞാനിവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലൊന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ നമുക്കിതിനൊന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ പെൻറ്റഗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ഒരു ടൂൾ അവിടെ പേസ്റ്റ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് അപ്ലൈ പറയണം, അതിനുശേഷം ഇവിടെ ഓക്കെ പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ടോപ്പിൽ നോക്കിയാണ് ഞാൻ പിന്നെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണ് കൊടുത്തത്, അതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ പെൻറ്റഗൺ നമ്മൾ കൊടുത്ത പേരും നമ്മൾ യൂസ് ചെയ്ത ആ ഒരു ഐക്കണും ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഡയറക്റ്റ് ചോദിക്കുന്നത് ഞങ്ങളിവിടെ കമാൻഡ് ലൈനിൽ നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും, സ്പെസിഫൈ സെൻറ്റർ ഓഫ് പോളിഗൺ. ഇപ്പോൾ നോർമലി നമ്മളൊരു പോളിഗൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഫസ്റ്റ് എന്താ ചോദിക്കാറ്, നമ്മളോട് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് ചോദിച്ചതിന് ശേഷമായിരിക്കും സെൻറ്റർ ഓഫ് പോളിഗൺ ചോദിക്കാം.
സോ ജസ്റ്റ് ഇവിടെ സെൻറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്തു. പിന്നെ വേറെ ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം തന്നെ നമ്മളതിൽ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇതുപോലെ മാക്രോസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൻ്റെ കൂടെ തന്നെ വീണ്ടും കുറേ ടൂൾസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എനിവേ ഞാനിതൊരു പർപ്പസ്ഫുള്ളി ഞാനിതൊരു ടൂളായിട്ട് ഇതിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നോർമലി നമുക്ക് ഒരു യൂസ് വരുന്നൊരു കമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ AutoCAD 2D എന്നുള്ളൊരു ഡ്രോയിങ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സ്പ്ലൈൻ ചിലപ്പോൾ ഉണ്ടാവും, അതല്ലെങ്കിൽ ഇവിടെ ഒരു പോളി ലൈൻ. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ആർക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലൈനൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഫൈൽ നമ്മൾ ചിലപ്പോൾ ഇതിൽ വരച്ചിട്ടുണ്ടായിരിക്കും, ഒരു 2D ഡ്രോയിങ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ മറ്റ് സോഫ്റ്റ്വെയർസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ സ്പ്ലൈനെ നമ്മൾ ശരിക്കും എക്സ്പ്ലോർഡ് ചെയ്തതിന് ശേഷം ഇതിനൊരു പോളിലൈൻ ആക്കിയാൽ മാത്രമായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് അവിടെ കിട്ടുള്ളത്. അത് കറക്റ്റ് അതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് നമുക്കതിൽ റീഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതിൽ. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ടത്, എനിക്ക് ആദ്യം ഇതിനെ എക്സ്പ്ലോർഡ് ചെയ്യണം, അതിനുശേഷം എനിക്ക് ഇതിനൊരു പോളിലൈൻ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിനാദ്യം ഞാൻ എന്ത് ചെയ്യണം, എക്സ്പ്ലോർഡ് എന്ന കമാൻഡ് എക്സ് എൻ്റർ ചെയ്യണം, പിന്നെ പോളിലൈൻ എഡിറ്റ് എടുക്കണം. അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ എക്സ്പ്ലോർഡ് ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലോർഡ് എടുത്തു, ഇതിനെ എക്സ്പ്ലോർഡ് ചെയ്തു, എൻ്റർ ചെയ്തു. ഇനി നമ്മൾ പോളിലൈൻ എഡിറ്റ് എടുത്തു, പി എൻ്റർ ചെയ്തു, ഇത് നമ്മൾ സെലക്ട് ചെയ്യാന്ന് വെച്ചോളൂ. അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നത് ഡു യു വാണ്ട് ടു ടേൺ ഇറ്റ് ടു 1? യെസ്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് സ്പെസിഫൈ പ്രൊസിഷൻ 10, അല്ലെങ്കിൽ അതിൽ എത്രയാണ് കൂടുതലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമ്മളിവിടെ ജോയിൻ എടുക്കാം, ദെൻ റിമൈനിങ് ഉള്ള എല്ലാം തന്നെ നമ്മളിൽ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി മാറിയിട്ട് ഇത് കറക്റ്റായിട്ട് എന്തായിരിക്കും, പോളിലൈൻ പ്രോപ്പർട്ടിയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും ഈ സ്പ്ലൈനൊക്കെ. അതേസമയം അല്ലാത്തൊരു കേസിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിന് പകരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ കമാൻഡ് നമുക്ക് എടുക്കാം. ജെ എടുത്തു, ഞാനതിനെ സെലക്ട് ചെയ്തു, നമുക്ക് വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ജോയിൻ എടുത്തിട്ട് ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു, ജോയിൻ ചെയ്തു. ഓക്കെ, ഇത് ജോയിൻ ആയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു സ്പ്ലൈൻ്റെ ആ ഒരു പ്രോപ്പർട്ടി പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ മറ്റ് സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു ഷേപ്സും കാര്യങ്ങളും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മാക്രോയിൽ നമ്മൾ ഒരു മാക്രോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്ത് വയ്ക്കാം എന്നുള്ളതാണ് നമുക്കിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ജസ്റ്റ് ഇതിനെ ഞാനൊന്ന് അൺഡു ചെയ്യണം. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വരച്ചാലും മതി. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ മാനേജിൽ പോവാണ്. അപ്പോൾ മാനേജിൽ പോയിട്ട് ഇവിടെ യൂസർ ഇൻ്റർഫേസ് എടുത്തു. അപ്പോൾ അതിൽ ഞാൻ ഒരു പുതിയൊരു ടൂൾ ഇവിടെ ഞാൻ ആഡ് ചെയ്യാണ്. സോ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇവിടെ കമാൻഡ് 1 കമാൻഡ് 2 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ കമാൻഡ് 1 ഇത് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിന് ഞാനൊന്ന് റീനെയിം ചെയ്യാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിന്നോ അല്ലെങ്കിൽ പോളി എഡിറ്റിനോ അല്ലെങ്കിൽ എക്സ് പോളി എഡിറ്റ് XP എന്നുള്ളൊരു പേര് ഞാൻ കൊടുത്തോട്ടെ. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇമേജും വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഒരു ഐക്കൺ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനതിലൊരു സ്മോൾ ഇമേജ് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഒരു ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ പിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണുന്നുണ്ട് സ്പെസിഫൈ ദ ഇമേജ് ടു യൂസ് ഫോർ സ്മോൾ ഇമേജസ് 16x16 പിക്സൽസ് ആയിരിക്കണം. കുറച്ചുകൂടി വലുതാണെങ്കിൽ ലാർജ് ഇമേജ് ഉണ്ട് 32x32 കിട്ടും. അപ്പോൾ അതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ എന്താ പറയുക CAD ഓൺലൈൻ മലയാളം അതിൻ്റെ ഒരു ലോഗോ ഞാനവിടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുകയാണ്. ഇതാ ഈ കോം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കമാൻഡ്സൊക്കെ നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ മാക്രോയിൽ വന്നു. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അണ്ടർസ്കോർ കൊടുത്തു. നമ്മുടെ ഫസ്റ്റ് കമാൻഡ് എക്സ്പ്ലോർഡ് ആണ്. എക്സ്പ്ലോറിൻ്റെ ഷോർട്ട് കീ എക്സ് ആണ്. എക്സ് ടൈപ്പ് ചെയ്തു, ദെൻ എൻ്റർ ചെയ്യാനായിട്ട് സെമിക്കോളൻ കൊടുത്തു. അതിനുശേഷം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോർഡ് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അത് യൂസറിനെ വിടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, / നമ്മളിവിടെ യൂസ് ചെയ്തു. ഇനി വേണ്ടത് നമ്മളിതിനെ പോളിലൈൻ എഡിറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ഷോർട്ട് കീ PE ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ പോളിലൈൻ നമ്മൾ ടൈപ്പ് ചെയ്തു, PE എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്തായിരിക്കും, സെലക്ട് ഒബ്ജക്ട്സ് എന്നായിരിക്കും. ഇപ്പോൾ സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ആ സമയത്ത് തന്നെ അവിടെ വെച്ചാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അറിയാം. അപ്പോൾ അത് യൂസറിന് സെലക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും അവിടെ ഒരു / കൊടുത്തു. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ നമ്മളൊരു സ്പ്ലൈനെ സെലക്ട് ചെയ്യണമെങ്കിൽ ഡു യു വാണ്ട് ടു ടേൺ ഇറ്റ് ടു 1 എന്ന് ചോദിക്കും അല്ലേ. അതല്ലെങ്കിൽ നമ്മൾ സ്പ്ലൈൻ മാത്രമല്ല, ഈവൻ നമ്മുടെ ഒരു നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പോളിലൈൻ അല്ലെങ്കിലും ഒരു നോർമൽ എന്താ പറയുക ഒരു സിമ്പിൾ ലൈൻ ആണെങ്കിലും ഡു യു വാണ്ട് ടു ടേൺ ഇറ്റ് ടു 1 എന്നായിരിക്കും ചോദിക്കുക. സോ ഞാനത് Y എന്ന് ടൈപ്പ് ചെയ്തു, ദെൻ എൻ്റർ ചെയ്തു. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ സ്പ്ലൈൻ്റെ ആ ഒരു സ്മൂത്തിങ് പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു 10 ഒരു വാല്യൂ കണ്ടിരുന്നു. നിങ്ങൾക്ക് ഏത് വാല്യൂയിലേക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 10 തന്നെ കൊടുക്കുകയാണ്. അത് ഞാൻ ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ഷൻ കഴിഞ്ഞു,
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി റിമൈനിങ് ആയിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സും വെച്ച് നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യിക്കണം. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജോയിൻ്റെ ആ ഒരു കമാൻഡ് നമ്മൾ ജോയിൻ എന്ന് പറഞ്ഞ ആ ഒരു സബ് ഓപ്ഷനിൽ ജോയിൻ്റെ ജെ ആണ് ക്യാപ്സ്. അപ്പോൾ ജെ എൻ്റർ ചെയ്തു. അപ്പോൾ ജെ ടൈപ്പ് ചെയ്തു, ഇപ്പോഴാണ് എൻ്റർ ചെയ്തത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, അതും യൂസറിനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്തു? / കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതിന് ശേഷം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? ഇതിനൊന്ന് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ഇതിനെ സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമുക്കിതിൽ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു, അപ്ലൈ പറഞ്ഞു, ഓക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഇവിടെ ഇത് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന നോക്കൂ ഇവിടെ എക്സ്പ്ലോർഡ് സെലക്ട് ഒബ്ജക്ട്സ്. അപ്പോൾ സെലക്ട് ഒബ്ജക്റ്റ് നമുക്ക് ആദ്യം എക്സ്പ്ലോർഡ് ചെയ്യേണ്ടത് എന്താണ്? എക്സ്പ്ലോർഡ് ചെയ്യേണ്ടത് നമുക്ക് മെയിനായിട്ട് സ്പ്ലൈനെയാണ്. ഞാൻ ഈ സ്പ്ലൈനെ സെലക്ട് ചെയ്തു. അപ്പോൾ സ്പ്ലൈൻ ഓൾറെഡി ഇപ്പോൾ എക്സ്പ്ലോർഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് കമാൻഡ് ആക്റ്റീവായി, പോളി എഡിറ്റ്. അപ്പോൾ സെലക്ട് പോളിലൈൻ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്തു? ഈ പോളിലൈൻ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, പോളിലൈനെ സെലക്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് നോക്കി കണ്ടോ, എൻ്റർ ആൻ ഓപ്ഷൻ ക്ലോസ് ജോയിൻ. ഓൾറെഡി ജെ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. വീണ്ടും ചോദിക്കുകയാണ് സെലക്ട് ഒബ്ജക്ട്സ്. അപ്പോൾ ഇനി നമുക്ക് റിമൈനിങ് ഒബ്ജക്ട്സ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇതൊക്കെയാണുള്ളത്. ബാക്കിയുള്ളതെല്ലാം സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു, ഒന്നുകൂടി എൻ്റർ ചെയ്തു കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ സ്റ്റെപ്സിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റി? ഇതിനൊരു പോളിലൈനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതിന് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണ് പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന കുറേ ടാസ്കുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ മാക്രോസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെല്ലാം കൂടിയിട്ട് ഒരൊറ്റ ടൂളായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.